ഓപ്പറേഷൻ ആര്യാടൻ ഷൗക്കത്ത് നിലമ്പൂരിൽ അത്തരമൊരു മാറ്റത്തിന് സാധ്യതയുണ്ടോ? സീറ്റ് നൽകിയില്ലെങ്കിൽ ബി.ജെ.പിയിലേക്ക് പോകുമെന്ന് പറഞ്ഞ് പിടിമുറുക്കിയ ഒരു കോൺഗ്രസ് നേതാവിനെ തന്നെ അവിടെ പ്രതിഷ്ഠിച്ചു. അതായത് കെ.സി.യുടെയും വി.ഡി. സതീശൻ്റെയും ഒക്കെ തോഴനായിരുന്ന ആളെ മാറ്റിക്കൊണ്ട് ബി.ജെ.പി പ്രവേശനം നടത്തുമെന്ന ഭയത്താൽ ആര്യാടൻ ഷൗക്കത്തിനെ പിടിച്ച് അവിടെ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥിയാക്കി. ഓപ്പറേഷൻ ആര്യാടൻ ഷൗക്കത്ത് എങ്ങനെയാണ് കാണേണ്ടത്? നിലമ്പൂർ നമ്മൾ അതിൻ്റെ ഒരു രാഷ്ട്രീയ പശ്ചാത്തലം, രാഷ്ട്രീയ ചരിത്രം, രാഷ്ട്രീയ സാധ്യത ഒക്കെ പരിശോധിച്ചാൽ നിലമ്പൂർ എന്ന് പറഞ്ഞാൽ കോൺഗ്രസിൻ്റെ ഒരു നിയോജകമണ്ഡലം. കോൺഗ്രസിൻ്റെ നിയോജകമണ്ഡലം ആകുന്നു എന്ന് പറയുന്നത് സഖാവ് കുഞ്ഞാലി അവിടെ രണ്ടു വട്ടം വിജയിച്ചിട്ടുണ്ട് വളരെ നേരത്തെ. അതിനുശേഷം പിന്നീട് യഥാർത്ഥത്തിൽ ഈ നിലമ്പൂർ നിയോജകമണ്ഡലം എന്ന് പറഞ്ഞ കോൺഗ്രസിൻ്റെ ഒരു കുത്തക മണ്ഡലം, അതങ്ങനെ വളർത്തി വികസിപ്പിച്ചെടുക്കുന്നതിൽ ആര്യാടൻ മുഹമ്മദ് എന്ന ഒരു ടവറിങ് പേഴ്സണാലിറ്റി, കോൺഗ്രസ്സിലെ ഒരു ടവറിങ് പേഴ്സണാലിറ്റി, അദ്ദേഹത്തിൻ്റെ പങ്ക് വളരെ വലുതാണ്. കാരണം മുസ്ലിം ലീഗ് വളർന്ന് പന്തലിച്ച് ഈ നിലമ്പൂർ മുഴുവനും നിറയുന്നത് തടഞ്ഞ നേതാവ് ആരെന്ന് ചോദിച്ചാൽ ഒറ്റ ഉത്തരവുള്ളത് ആര്യാടൻ മുഹമ്മദാണ്. അതിശക്തമായിട്ടുള്ള രീതിയിൽ മുസ്ലിം ലീഗിനെ തടഞ്ഞു നിർത്തിയിട്ടാണ് കോൺഗ്രസിനെ അദ്ദേഹം ഇങ്ങനെ വളർത്തി വികസിപ്പിച്ചുകൊണ്ട്. അപ്പോൾ അവിടെ കോൺഗ്രസ് മാത്രമാണോ വിജയിച്ചിട്ടുള്ളതെന്ന് ചോദിച്ചാൽ അല്ല. കോൺഗ്രസ്സിനെ പല ഘട്ടങ്ങളിലും തോൽപ്പിച്ചിട്ടുണ്ട്. ആരാണ് കോൺഗ്രസിനെ തോൽപ്പിച്ചതെന്ന് വെച്ചാൽ കോൺഗ്രസ്സുകാരാണ് കോൺഗ്രസിനെ തോൽപ്പിച്ചത്. ഒന്ന് ടി.കെ. ഹംസ അവിടെ മത്സരിച്ച് ജയിക്കുന്നു. ടി.കെ. ഹംസ മത്സരിച്ച് ജയിക്കുമ്പോൾ ടി.കെ. ഹംസ കോൺഗ്രസ്സുകാരനായിരുന്നു. കോൺഗ്രസ്സിൽ നിന്ന് ഇടതുപക്ഷത്ത് വരുന്നു, CPM-ൻ്റെ നേതാവായി മാറുന്നു. അദ്ദേഹമാണ് അവിടെ വിജയിച്ച ഒരു സ്ഥാനാർത്ഥി എന്ന് പറയും. അത് കഴിഞ്ഞ് പിന്നീട് കുറച്ച് വർഷങ്ങൾക്ക് ശേഷം 2016 അൻവർ, PV അൻവർ എന്ന് പറയുന്ന നേതാവ് വരുന്നു. അദ്ദേഹം കോൺഗ്രസിൽ നിന്ന് തന്നെ വന്ന ആളാണ്. ഇടതുപക്ഷത്തിൻ്റെ സ്ഥാനാർത്ഥിയാവുന്നു, വിജയിക്കുന്നു. 2021 അത് ആവർത്തിക്കപ്പെടുന്നു. എന്നുവെച്ചാൽ ഞാൻ അതിൻ്റെ ഒരു പരിശോധന നടത്തിയ സമയത്ത് എനിക്ക് തോന്നിയത് ഇവിടെ കോൺഗ്രസിനെ ജയിപ്പിക്കുന്നതും കോൺഗ്രസിനെ തോൽപ്പിക്കുന്നതും കോൺഗ്രസ് തന്നെയാണ്. ഇതാണ് അവിടുത്തെ അതിൻ്റെ ഒരു എന്താണ് അതിൻ്റെ ഒരു എൻജോഡി എന്ന് പറയുന്ന സാധനം അതാണ്. അല്ല അതിൻ്റെ ഒരു അരിത്തമെറ്റിക്സ് എന്ന് പറഞ്ഞതിൻ്റെ ഇടയിൽ ഇതാണ് നിലമ്പൂരിൻ്റെ രാഷ്ട്രീയ അരിത്തമെറ്റിക്സ്. ഇതാണ് ശരിക്കും പറഞ്ഞത്. കോൺഗ്രസ് ഒറ്റക്കെട്ടായിട്ട് നിന്ന് മുസ്ലിം ലീഗിൻ്റെ സഹായത്തോടുകൂടി മത്സരിച്ച സമയത്തൊക്കെ കോൺഗ്രസ് മാത്രം അവിടെ വിജയിച്ചിട്ടുള്ളൂ. അല്ലാത്ത എല്ലാ ഘട്ടങ്ങളിലും കോൺഗ്രസ് പരാജയപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ കോൺഗ്രസിനെ ആര് പരാജയപ്പെടുത്തിയെന്ന് വെച്ചാൽ കോൺഗ്രസ്സുകാർ തന്നെ പരാജയപ്പെടുത്തി എന്നുള്ളതാണ്. ഇപ്പോൾ അൻവർ 2 വട്ടം ജയിച്ചു. അൻവർ 2 വട്ടം ജയിച്ചത് ഇടതുപക്ഷത്തിൻ്റെ വോട്ട് കൊണ്ടല്ല. ഇടതുപക്ഷത്തിൻ്റെ കുറേ വോട്ട് അവിടെയുണ്ട്, ഫിക്സഡ് വോട്ടായിട്ട് കിടക്കും. ആ വോട്ടിലേക്ക് കോൺഗ്രസിൻ്റെ വോട്ടും കൂടി ചരിച്ചു ചെല്ലുമ്പോഴാണ് അവിടെ അൻവർ വിജയിക്കുന്നത്. 2 വട്ടം വിജയിച്ചത് അങ്ങനെയാണ്. ഇപ്പോൾ നമ്മൾ ഈ തെരഞ്ഞെടുപ്പ് ആരംഭിക്കുന്ന സമയത്ത് നമ്മൾ കേട്ടുകൊണ്ടിരുന്നൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അൻവറിൻ്റെ സഹായം ഉണ്ടെങ്കിൽ മാത്രമേ കോൺഗ്രസിനെ അവിടെ ജയിക്കാനായിട്ട് പറ്റുകയുള്ളൂ. അൻവർ തീർച്ചയായിട്ടും കോൺഗ്രസിനെ സഹായിക്കും. കാരണം അൻവറിൻ്റെ ഒറ്റ അജണ്ട പിണറായി വിജയനെ തോൽപ്പിക്കലാണ് എന്ന് ഏതാണ്ട് എല്ലാ ദിവസവും നമ്മൾ ടെലിവിഷനിൽ ഇങ്ങനെ അദ്ദേഹം കൊടുത്തുകൊണ്ടിരുന്ന വാർത്തകൾ കേട്ടുകൊണ്ടിരുന്നതാണ്. അദ്ദേഹത്തിന് ഒരു എഡ്ജ് ഉണ്ടായിരുന്നു ഉപതെരഞ്ഞെടുപ്പ് ആരംഭിക്കുന്ന ഒരു ഘട്ടത്തിൽ. അപ്പോൾ അന്ന് VS ജോയിയെ സ്ഥാനാർത്ഥിയാക്കണം എന്നുള്ളതായിരുന്നു അൻവറിൻ്റെ ആവശ്യം. അതിനോടൊപ്പമായിരുന്നു വി.ഡി. സതീശനും അതേപോലെ തന്നെ K.C. വേണുഗോപാലും. അത് ശരിയാണ്. പക്ഷേ അങ്ങനെ VS ജോയി സ്ഥാനാർത്ഥിയായിട്ട് വരും എന്ന ഒരു വാർത്ത പരന്ന സമയത്ത് തന്നെ ആര്യാടൻ ഷൗക്കത്ത്, ആര്യാടൻ മുഹമ്മദിൻ്റെ മകൻ ആര്യാടൻ ഷൗക്കത്ത്, അദ്ദേഹത്തിൻ്റെ ആളുകളൊക്കെ കൂടി ചേർന്ന് ഒരു കുറുമുന്നണി അതിനകത്ത് പതുക്കെ രൂപപ്പെട്ടു. ആ മുന്നണി പ്രഖ്യാപിച്ചൊരു കാര്യം എന്ന് വെച്ചാൽ ആര്യാടൻ ഷൗക്കത്തല്ല സ്ഥാനാർത്ഥിയെങ്കിൽ ഞങ്ങൾ കോൺഗ്രസിനെ തോൽപ്പിക്കും എന്നുള്ളതാണ്. എന്ന് മാത്രമല്ല അന്നത്തെ വാർത്തകളൊക്കെ എന്ന് പറഞ്ഞതിനിടയിൽ ആര്യാടൻ ഷൗക്കത്ത് ഇടതുപക്ഷത്തിൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് വരും. എന്നുവെച്ചാൽ അവിടെ ഒറ്റ ഓപ്ഷനേ ഉണ്ടായിരുന്നുള്ളൂ, ആര്യാടൻ ഷൗക്കത്ത്. അദ്ദേഹം ചിലപ്പോൾ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയാവും, കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി അല്ലെങ്കിൽ ഇടതുപക്ഷത്തിൻ്റെ സ്ഥാനാർത്ഥിയാവും. ആ വാർത്തയാണ് നെടുകെ പിളർന്ന് പുതിയ വാർത്ത ഇപ്പോൾ വന്നിരിക്കുന്നത്. ആ വാർത്ത എന്ന് പറയുന്നത് ആര്യാടൻ ഷൗക്കത്തിനെ എന്താണ് BJP അങ്ങ് എടുക്കുന്നു എന്ന് പറയുന്ന വാർത്തയാണ് പുതിയ വാർത്ത. കാരണം അവിടെ എനിക്ക് തോന്നുന്നത് എന്താണ് ചന്ദ്രശേഖരൻ്റെ ഒരു എന്താണ് മാനേജറിയൽ പൊളിറ്റിക്സ്, മാനേജ്മെൻറ്റ് പൊളിറ്റിക്സ് ആക്ടിവേറ്റ് ചെയ്തു രാജീവ് ചന്ദ്രശേഖരൻ്റെ. ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖരൻ്റെ ഈ പൊളിറ്റിക്സ് അവിടെ പ്രയോഗിക്കാനായിട്ട് ആരംഭിച്ച സമയത്താണ് പെട്ടെന്ന് അവിടെ ഇക്വേഷൻസിനൊക്കെ വലിയ മാറ്റം വരികയും ഈ കോൺഗ്രസ് മുന്നണി എന്ന് പറയുന്നത് ചടുലമായി തീരുകയും ചെയ്തു. കാരണം വയ്യാൽ
സംഗതി അപകടമാണെന്ന് അവർക്ക് മനസ്സിലായി. അങ്ങനെയാണ് അത് അവസാനം ആര്യാടൻ ഷൗക്കത്തിലേക്ക് തന്നെ എത്തിച്ചേർന്നിരിക്കുന്നത്. ഷൗക്കത്താണ് സ്ഥാനാർത്ഥി. കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയാണോ BJP യുടെ സ്ഥാനാർത്ഥിയാണോ ഇടതുപക്ഷത്തിൻ്റെ സ്ഥാനാർത്ഥിയാണോ എന്നുള്ളത് തീരുമാനിക്കപ്പെടേണ്ട കാര്യമാണ് എന്ന് മാത്രമേ ഉള്ളൂ. എന്നുവെച്ചാൽ അവിടെ ഒറ്റ ഓപ്ഷനേ ഉള്ളൂ, അത് ആര്യാടൻ ഷൗക്കത്ത് എന്നതാണ്. പക്ഷേ പൊതുവിൽ ഇപ്പോൾ പത്മജ വേണുഗോപാൽ, അനിൽ ആൻ്റണി ഇവരൊക്കെ BJPയിലേക്ക് പോയി. ഈ തിരഞ്ഞെടുപ്പ് വരുമ്പോൾ പൊതുവിൽ കാണുന്ന ഒരു രീതിയാണ് പാർട്ടി പിന്നെ സ്ഥാനാർത്ഥിയാക്കിയില്ലെങ്കിൽ ഉടൻ തന്നെ അടുത്ത പാർട്ടിക്കാർ വല വീശുമ്പോൾ ആ വലയിലേക്ക് കയറിപ്പോവും. ഇതൊരു സ്ഥിരം പരിപാടിയായി രാഷ്ട്രീയ പാർട്ടിക്കാർ. ഇപ്പോൾ സരിനൊക്കെ നമ്മൾ കണ്ടതാണ്. ഈ സന്ദീപ് വാര്യർ ഇരിക്കാൻ കസേര കൊടുത്തില്ല എന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹം കോൺഗ്രസിലേക്ക് ചെന്ന് കയറിയത്. എനിക്ക് സ്ഥാനം കിട്ടണം, അല്ലെങ്കിൽ എന്നെ സ്ഥാനാർത്ഥിയാക്കണം, ഇല്ലെങ്കിൽ മറ്റവർ എനിക്കായി ഇതാ കാത്തു നിൽപ്പുണ്ട്, ഞാൻ അവർക്ക് കൈ കൊടുക്കും എന്ന ഒരു രീതി വരുമ്പോൾ ഇവർക്കൊക്കെ എന്ത് പാർട്ടി സ്നേഹമാണ് ഇവർക്കൊക്കെ ഉള്ളത്? ഒരു സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി. കേരളത്തിലെ രാഷ്ട്രീയം നേരത്തെ കുറച്ചും കൂടി ആദർശാത്മകമായിരുന്നു, അല്ലെങ്കിൽ ഒരു ഐഡിയൽ പൊളിറ്റിക്സ് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് കേരളത്തിലുണ്ടായിരുന്നു. ഇപ്പോൾ കേരളത്തിൽ ഒരാൾക്ക് ഒരു പാർട്ടിയിൽ നിന്ന് കാലുമാറി മറ്റൊരു പാർട്ടിയിലേക്ക് ചെന്നാൽ നിൽക്കാൻ പറ്റാത്ത തരത്തിൽ ജനങ്ങൾ അവരെ ഉപദ്രവിക്കുമായിരുന്നു. കാലുമാറിയ ചില ആളുകളുടെ തലയിലും മേത്തും ഒക്കെ ടാറ് ഉരുക്കി ഒഴിച്ച ചരിത്രമുള്ളതാണ് കേരളം. പക്ഷെ അത് മാറിപ്പോയി. അത് മാറി രാഷ്ട്രീയം ദുർബലമായി നേർത്ത് ഇല്ലാതായി, രാഷ്ട്രീയമില്ല. അപ്പോൾ പിന്നെ അവശേഷിക്കുന്നത് എന്താണ്? അധികാര രാഷ്ട്രീയം മാത്രമാണ്. നിങ്ങൾക്ക് അധികാരം കിട്ടാനായിട്ടുള്ള ഒരു വഴി എന്ന നിലക്ക് നിങ്ങൾ രാഷ്ട്രീയ പാർട്ടികളിൽ പ്രവർത്തിക്കാൻ തുടങ്ങും. അധികാരം കിട്ടില്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ നിങ്ങളവിടെ നിന്നിട്ട് പതുക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിട്ട് ഓരോരുത്തരോടും ചോദിക്കാൻ എന്നെ വേണോ എന്ന്. അപ്പോൾ മറ്റ് രാഷ്ട്രീയ പാർട്ടികളവിടെ ഇങ്ങനെ കാത്തു വയ്ക്കുകയാണ്, വരൂ, നീ വരൂ, നിനക്ക് ഞങ്ങൾ ചുവന്ന കമ്പളം വിരിച്ച് സ്വീകരണം നൽകാം എന്ന് പറഞ്ഞ് നിൽക്കുകയാണ് ചെയ്യുന്നത്. അത് മുമ്പ് കേരള രാഷ്ട്രീയത്തിൽ ഇല്ലാതിരുന്ന ഒരു സ്വഭാവ സവിശേഷതയാണ്. ഞങ്ങളൊക്കെ പലപ്പോഴും അതിനെ വളരെ മോശമായിട്ടുള്ള രീതിയിൽ ആക്ഷേപിച്ചിട്ടുള്ള ആയാറാം ഗയാറാം എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയം, അത് ഉത്തരേന്ത്യയുടെ ഒരു രാഷ്ട്രീയമാണ്. ഇന്ന് രാവിലെ കോൺഗ്രസ്, വൈകുന്നേരമാകുന്ന സമയത്ത് മറ്റൊരു പാർട്ടി, നേരം വെളുക്കുമ്പോൾ വേറൊരു പാർട്ടി, അങ്ങനെയൊക്കെ ആകാം എന്ന നിലക്ക് അവിടെ പ്രവർത്തനങ്ങൾ നടന്നിരുന്നു. അതിന് പിന്നീട് മാറ്റം വന്നു. അവിടെ പിന്നെ അവിടുത്തെ രാഷ്ട്രീയം എന്ന് പറയുന്നത് റിസോർട്ട് രാഷ്ട്രീയമായിട്ട് മാറി. തിരഞ്ഞെടുപ്പൊക്കെ കഴിഞ്ഞതിന് ശേഷം ബസ്സുകൾ റിസോർട്ടുകളിലേക്ക് പോകുന്നതാണ്. അതിനകത്ത് മുഴുവനും ഒരു പാർട്ടിയുടെ തിരഞ്ഞെടുക്കപ്പെട്ട MLA-മാർ ബന്ധനസ്ഥരായി അങ്ങോട്ട് കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത്. അതും ഒരു പ്രത്യേക ഘട്ടം, അതിൻ്റെ ആട്ടമൊക്കെ കഴിഞ്ഞു എന്നാണ് ഞാനിപ്പോൾ മനസ്സിലാക്കുന്നത്. ഇപ്പോൾ കേരളത്തിലൊരു പുതിയ പ്രതിഭാസം ആരംഭിച്ചിരിക്കുകയാണ്. തിരഞ്ഞെടുപ്പ് വരുന്ന സമയത്ത് സീറ്റ് കിട്ടിയില്ല എങ്കിൽ മറ്റ് പാർട്ടിയിലേക്ക് ചേക്കേറാനും, അങ്ങനെ ചേക്കേറി കഴിഞ്ഞാൽ അവർക്ക് ആ പാർട്ടികൾ സ്ഥാനം കൊടുക്കാനും തയ്യാറാവുന്നു. അതിൻ്റെ 2 കാര്യങ്ങൾ നമ്മൾ കഴിഞ്ഞ പാലക്കാട് തിരഞ്ഞെടുപ്പിന് ശേഷം കണ്ടു. അതിലൊന്നാണ് സരിൻ. കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയാവും എന്ന് പ്രതീക്ഷിക്കപ്പെട്ടിരുന്ന സരിൻ ഒരു ദിവസം രാവിലെ ഇടതുപക്ഷത്തിൻ്റെ സ്ഥാനാർത്ഥിയായി പ്രത്യക്ഷപ്പെട്ടു. മാത്രമല്ല, ഇപ്പോൾ സരിനെ സ്ഥിരം ഉദ്യോഗം കൊടുത്ത് പാർട്ടി നിലനിർത്തി കഴിഞ്ഞു എന്നുള്ളതാണ്. മറ്റൊരാൾ എന്ന് പറഞ്ഞാൽ സന്ദീപ് വാര്യരാണ്. അദ്ദേഹം BJPയിലായിരുന്നു, അദ്ദേഹം കോൺഗ്രസ്സിലേക്ക് പോയി, കോൺഗ്രസിൻ്റെ വക്താവായി മാറി. അദ്ദേഹത്തിനും ഇതേപോലെ തന്നെ പ്രത്യേകമായിട്ടുള്ള സ്ഥാനം, കസേരയൊക്കെ കൊടുത്ത് കഴിഞ്ഞിരിക്കുകയാണ് ചെയ്യുന്നത്. ഇതൊക്കെ കണ്ടിട്ടാണ് ഇനി ബാക്കിയുള്ള ആളുകൾ നിൽക്കുന്നത്. ആര്യാടൻ ഷൗക്കത്ത് ഞാൻ ജീവിതകാലം മുഴുവനും കോൺഗ്രസ്സായേ ജീവിക്കുകയുള്ളൂ, മരിച്ചാൽ കോൺഗ്രസിൻ്റെ പതാക കൊണ്ട് തന്നെ പതപ്പിക്കണം എന്നൊക്കെ പറഞ്ഞു നടന്നതാണ്. ഇപ്പോൾ പക്ഷേ നമ്മൾ കേൾക്കുന്നത് അദ്ദേഹത്തിൻ്റെ ക്യാമ്പ് വളരെ സജീവമായിട്ട് ഉണർന്ന് പ്രവർത്തിച്ചിരിക്കുകയാണ് ചെയ്യുന്നത്. ആ ഉണർന്ന പ്രവർത്തനം എന്ന് പറയുന്നത് കോൺഗ്രസിൻ്റെ മുന്നിൽ വിലപേശി എന്നുള്ളതാണ്. എന്നെ സ്ഥാനാർത്ഥിയാക്കിയില്ലെങ്കിൽ നാളെ നിങ്ങളെ ഞാൻ പാഠം പഠിപ്പിക്കും. പത്മജ വേണുഗോപാൽ, അനിൽ ആൻ്റണി, അതൊക്കെ കോൺഗ്രസിനെ സൂക്ഷിക്കുന്ന ചൂണ്ടുവിരലുകളാണ്. അപ്പോൾ ആര്യാടൻ മുഹമ്മദിൻ്റെ മകനെ എന്തുകൊണ്ട് കരുണാകരൻ്റെ മകൾ ചെയ്തതുപോലെയോ ആൻ്റണിയുടെ മകൻ ചെയ്തതുപോലെ ചെയ്തുകൂടാ എന്ന ചോദ്യം ചോദിക്കുകയാണ് ചെയ്യുന്നത്. ആ ചോദ്യത്തിന് മുമ്പിൽ VD സതീശനും അതേപോലെ തന്നെ KC വേണുഗോപാലൊക്കെ ഇങ്ങനെ സ്തംഭിച്ച് നിൽക്കുകയാണ് ചെയ്യുന്നത്. മാത്രമല്ല, അധികം വൈകിക്കഴിഞ്ഞാൽ ഉള്ള സീറ്റ് പോലും നഷ്ടപ്പെടാൻ സാധ്യതയുണ്ടെന്ന് കരുതിയിട്ട് അവർ ഇന്ന് തന്നെ അത് സെറ്റിൽ ചെയ്യും എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. എന്നുവെച്ചാൽ ആര്യാടൻ ഷൗക്കത്തായിരിക്കും അവിടുത്തെ സ്ഥാനാർത്ഥി. അത് ഈ ഓപ്പറേഷൻസിൻ്റെ ഫലമായിട്ടൊക്കെ സംഭവിക്കുന്നതായിട്ടുള്ള വലിയ ഒരു റിസൾട്ടാണ് എന്നാണ് നമ്മൾ കണക്കാക്കേണ്ടത്. അതുകൊണ്ടാണ് പലരും അതിനെ തന്നെ ആര്യാടൻ ഷൗക്കത്തിൻ്റെ ഓപ്പറേഷൻ
ആര്യാടൻ ഷൗക്കത്ത് എന്ന് വിശേഷിപ്പിക്കും. അതെ.